കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? കോഴിക്കോട് സ്വദേശികളായ മുക്കം പ്രദേശത്ത് താമസിച്ചതായ സക്കരിയയുടെ കുടുംബത്തിന്റെ വിഷമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? യഹിയയുടെ കണ്ണീരെടുക്കുന്ന കുടുംബക്കാരുടെ അവസ്ഥകൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ഈരാറ്റുപേട്ട സ്വദേശികളായ ശിബിലിയും ഷാദുലിയും നമുക്കറിയോ? ഉറക്കമുറ്റാത്ത പിഞ്ചു മക്കളുണ്ട്. ആ പിഞ്ചുമക്കൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി വൈകുന്നേരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ഉമ്മായെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഇനി ഞങ്ങളില്ല ആ സ്കൂളിലേക്ക് പോകാൻ, ഇനി ഞങ്ങൾ ആ സ്കൂളിലേക്ക് പോകാനില്ല. ആ ഉമ്മ ചോദിച്ചു, മോനെ കാരണം എന്താ? രാവിലെ സ്കൂൾ ബാഗും തൂക്കിയിട്ട് നിറമുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് പൂമ്പാറ്റകളെ പോലെ ഇറങ്ങിപ്പോയ എന്റെ മക്കളാണ്. വൈകുന്നേരം വന്നിട്ട് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്നത് എന്താ? ആ പിഞ്ചു മക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഫ്രീ പീരീഡിന് ഒരു ടീച്ചർ വന്നിട്ട് ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചു, ഓരോരുത്തരുടെയും ഉപ്പമാരുടെ ജോലി ചോദിച്ചു. എന്നെ ആ ടീച്ചർ വിളിച്ചു നിർത്തി, ഓനെ നിന്റെ ഉപ്പയുടെ ജോലി എന്താ? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞെന്ത് മറുപടി പറയാം? അവൻ മറുപടി പറയാതെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത ഭാഗത്തിരുന്ന കുഞ്ഞുങ്ങൾ കളിയാക്കി, ടീച്ചറെ അവന്റെ ഉപ്പ ജയിലിലാണ്, അവന്റെ ഉപ്പ ജയിലിലാണ്, എന്റെ കൂട്ടുകാരുടെ കളിയാക്കൽ സഹിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്കിനി സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞിനെ കണ്ടില്ല എന്ന് നടിക്കാൻ അല്പമെങ്കിലും മനുഷ്യന്റെ മനസ്സിലുള്ളവർക്ക് കഴിയുമോ? എന്റെ സഹോദരങ്ങളെ, ഉണരട്ടെ നാം ഓരോരുത്തരും. നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യത്വം ഉണരട്ടെ, നമ്മുടെ മനുഷ്യത്വം ഉണരട്ടെ. പടച്ചതമ്പുരാൻ ചോദിക്കുന്നു, ഉണരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? നീതി നിഷേധം കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ എന്ത് ന്യായമാണോ നിങ്ങൾക്കുള്ളത്? അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിത പീഡിത ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ, അവർക്ക് വേണ്ടി ശ്രദ്ധിക്കാതിരിക്കാൻ നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത്? ഒരു ന്യായവും പറഞ്ഞിട്ട് കാര്യമില്ലടോ, ആരെയും കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ലടോ. അധികാരത്തിന് വേണ്ടി മറക്കുന്നവർ ഓർത്തുകൊള്ളുക, പാർട്ടിയുടെയും സംഘടനയും അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് മർദ്ദിത പീഡിത ജനവിഭാഗത്തെ വീണ്ടും വീണ്ടും കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നവർ കരുതിക്കൊള്ളുക. അങ്ങനെ ശബ്ദിക്കുന്നവരെ തീവ്രവാദികളും വർഗീയവാദികളും ആക്കാൻ ശ്രമിക്കുന്നവർ സൂക്ഷിച്ചുകൊള്ളുക. എന്നൊരു പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം, എന്നൊരു പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നാളെ ഒരു ദിവസമുണ്ട്, രാജാതിരാജനായ സർവേശ്വരനായ ജഗന്നിയന്താവായ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലാഹു ചോദിക്കും, എന്തുകൊണ്ടാണ് നാം നീ പോരാടാതിരുന്നത്? എന്തുകൊണ്ടാണ് നാം നീ ശബ്ദിക്കാതിരുന്നത്? ആ ശബ്ദം സഹോദരങ്ങളെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് പടച്ചവരെ, ആരെ നിർത്താനും ആര് വെറുത്താലും ആര് തീവ്രവാദി എന്ന് വിളിച്ചാലും ഞങ്ങളുണ്ട് പടച്ചവരെ. നിന്റെ ഖുർആൻ പറഞ്ഞ പോലെ ആരുടെ ആക്ഷേപവും സ്വീകരിക്കാതെ, ആരെയും ഭയപ്പെടാതെ, നിന്നെ ഇഷ്ടപ്പെട്ട് നിന്റെ ദീനിന് വേണ്ടി നിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്താൻ ഞങ്ങളുണ്ട് പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേക്ക് വരാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ സംഘടനാ പക്ഷപാതിത്വമില്ലാതെ ഞാൻ ക്ഷണിക്കുന്നു. പടച്ചവൻ തോഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ മുസ്ലിം സമുദായം ഉണരുമ്പോഴാ ഇന്ത്യ രാജ്യത്തിന് തന്നെ മോചനം, അല്ലേ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറഞ്ഞ എന്താ? ഇപ്പൊ റിപ്പബ്ലിക് ദിനം വരെയാണല്ലോ, എല്ലാവരും പ്രസംഗിക്കും ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്ക് മടങ്ങി. ഏത് ഇന്ത്യ? ഗാന്ധിജി പറയുന്നത് എന്താണെന്നറിയോ? ഇന്ത്യ രക്ഷപ്പെടണോ? പലരും പറയാറുണ്ട്, എന്താണ് ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ആ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. ഇന്ത്യ ആ കൈകളിലാണ് സുഭദ്രം, അല്ലെ? ഏത് കൈകളാണെന്നറിയാലോ? ഏത് കൈകളാണെന്നറിയാലോ? ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യ മക്കളെ കൊലവിളിച്ച് ഗർഭിണികളായ സഹോദരിമാരുടെ വയറു പോലും കീറിയെടുത്ത് കുഞ്ഞിനെ പുറത്തേക്കെടുത്തിട്ട് കത്തിച്ചരിച്ചു കളഞ്ഞ ബാബു ബജറംഗിയുടെ നേതാവ് ചമഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. അപ്രകാരം കലാപത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ മുന്നിലേക്ക് ഓടിക്കേറിയ പട്ടിക്കുട്ടികളെന്ന് വിളിച്ചവനുണ്ടല്ലോ. അവന്റെ നാട്ടില് ന്യൂനപക്ഷ സമുദായത്തെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തിയിട്ട് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കും ഫാക്ടറികൾ കെട്ടാനും ഫ്ലാറ്റ് പണിയാനും അവരുടെ സൗകര്യത്തിന് റോഡ് കെട്ടാനും അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ വികസനം ഇന്ത്യയിൽ ഉണ്ടാകണമെന്നും മുസ്ലിം നാമധാരികളായ നപുംസകങ്ങളായ രാഷ്ട്രീയക്കാര് പോലും ആ വികസനം ഈ കേരളത്തിൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ഇഷ്ടപ്പെട്ട യുവത്വം പരിചയപ്പെടുത്തിയ ഈ സദസ്സിൽ നിന്ന് പറയാൻ വിനീതൻ ആഗ്രഹിക്കുന്നു. സമ്മതിക്കരുത് സഹോദരങ്ങള്. ഈമാനിക ആവേശമുള്ള ചെറുപ്പക്കാരുടെ അടുത്തോളം കാലം ധാർമ്മിക ബോധമുള്ള
യുവാക്കളുള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു വികസനം കേരള സംസ്ഥാനത്തിൽ ഉണ്ടാകുന്നില്ല. പടച്ചതമ്പുരാൻ തൗഫീഖ് നൽകട്ടെ. അല്ലേ? അവിടെയാണോ സുഭദ്രം? അല്ല. ഗാന്ധിജി ചോദിക്കുന്നു, ഇഫ് ഇന്ത്യ ഹാസ് ടു ഇംപ്രൂവ്, ഇന്ത്യ രക്ഷപ്പെടണോ, ഇന്ത്യ ഗതിപിടിക്കണോ, ഇറ്റ് ഷുഡ് ബി റൂൾഡ് ബൈ എ ഡിക്റ്റാറ്റർ ആസ് ഹോണസ്റ്റ് ആൻഡ് അപ്രൈറ്റ് ആസ് ഹസരത്ത് ഉമർ. ഉമറിനെ പോലെ ഒരു ഭരണാധികാരി വരട്ടെ, ഉമറിനെ പോലെ ഒരു ഭരണാധികാരി വരട്ടെ. എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യത്വമുള്ള ഒരു പാവപ്പെട്ട ഒരു നാൽക്കാലി മൃഗം, ഒരു ആട്ടിൻകുട്ടി പോലും യൂഫ്രട്ടീസ് നദി കരയിൽ കിടന്ന് പട്ടിണി കിടന്ന് ചത്താൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് കരുതി കരഞ്ഞ ഉമറിനെ പോലുള്ള ഭരണാധികാരി. അല്ലെ? പട്ടിണിയില്ലാത്തൊരു രാജ്യം, പട്ടിണിയില്ലാത്തൊരു രാജ്യം. ഇന്ന് ആയിരക്കണക്കിന് പട്ടിണി മരങ്ങൾ. ആരാ നോക്കുന്നേ? ആരാ നോക്കുന്നേ? മുസഫർ നഗറില് ആയിരക്കണക്കിന് മുസ്ലിം സമുദായത്തിലെ സഹോദരി സഹോദരങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ കിടന്ന് യുപിയിലെ തണുപ്പ്, ഈ വിനീതൻ അനുഭവിച്ചിട്ടുള്ള തണുപ്പ് കാരണം കയ്യിൽ പോലും രക്തം പൊടിഞ്ഞ് പുറത്തേക്ക് ഒഴുകും. അങ്ങനെയുള്ളതായ മുസഫർ നഗറിലുള്ളവർക്ക് വേണ്ടി പിരിവെടുത്ത കോടിക്കണക്കിന് രൂപ പോലും എവിടെയാ ആരുണ്ട് തിരിഞ്ഞു നോക്കാൻ? അവിടെയാണ് ഉമറിന്റെ ഭരണം നമ്മൾ അറിയേണ്ടത്. ഉമറിന്റെ ഭരണം അറിയേണ്ടത്. ഇറങ്ങി പുറപ്പെടും. ഡമാസ്കസിന്റെ പള്ളിയുടെ മുമ്പിലേക്ക് ദീർഘദൂരം യാത്ര ചെയ്ത് ഉമർ ചെന്നു. കുറെ അമുസ്ലിമീങ്ങളെ കണ്ടു. മുസ്ലിങ്ങളൊന്നും അല്ല, അമുസ്ലിമീങ്ങൾ പിച്ചച്ചട്ടി കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. ചോദിച്ചു, ഇവരാരാ? ഉമറിന്റെ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു, ഇവരൊക്കെ നല്ല പൈസ ഉള്ളവരായിരുന്നു, മുസ്ലിമീങ്ങളായ ഒരു ടാക്സ് തന്നവരാ. ആ ടാക്സ് തന്നവരുടെ പണം തീർന്നുപോയി. ഇന്നവര് അഭയാർത്ഥികളെ പോലെയാണ്. മഹാനായ ഉമർ ഗർജിച്ചു, അവരിൽ നിന്നും ടാക്സ് പിരിച്ചു വാങ്ങി അവരുടെ കയ്യിൽ പണമില്ലാതായപ്പോ അവരെ ഇങ്ങ് വിട്ടുകളഞ്ഞു. അവരെ ടാക്സ് മുഴുവൻ തിരികെ കൊടുക്കാൻ പറഞ്ഞു. ആ ഒരു ഇന്ത്യക്ക് വേണ്ടിയാകട്ടെ നമ്മുടെ പ്രയത്നം. ഒരു നല്ല രാജ്യം ഖുർആൻ പരിചയപ്പെടുത്തി. എങ്ങനെയാ? ഇത് ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ നല്ല രാജ്യം. ഖുർആനിനെ അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ കേട്ടുകൊള്ളുവിൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബനാ 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 റബ്ബിജ്അൽ ഹാദാ ബലദൻ ആമിനാ. പടച്ചവനെ, നിർഭയത്വമുള്ള രാജ്യമായി എന്റെ രാജ്യത്തെ നീ മാറ്റണമേ. ഒരു രാജ്യത്തിലുണ്ടാകുന്ന ഏറ്റവും വലുതെന്താ? നിർഭയത്വമാണ്. വീണ്ടും ദുആ ചെയ്തു, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഈ രാജ്യത്തുള്ള സകല മനുഷ്യർക്കും നീ ഭക്ഷണം കൊടുക്കണമേ. ഒന്ന് നിർഭയത്വമാണ്, രണ്ടാമത്തേത് ഭക്ഷണമാണ്. പടച്ചതമ്പുരാൻ സൂറത്തുൽ ഖുറൈശിലൂടെ പറഞ്ഞെന്താ? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. വിശുദ്ധ കഅബാലയത്തിന്റെ നാഥനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലാഹ് ചെയ്തു കൊടുത്ത അനുഗ്രഹം എന്താ? അല്ലദീ അത്അമഹും മിൻ ജൂഅ് വ ആമനഹും മിൻ ഖൗഫ്. നേരായിട്ട് അർത്ഥം വെച്ചാൽ ഉലമാക്കളോട് ചോദിച്ചു, അത്അമഹും മിൻ ജൂഅ്, നിങ്ങൾക്ക് വിശപ്പിൽ നിന്ന് മോചനം തന്ന അല്ലാഹ്. വ ആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് മോചനം തന്ന അല്ലാഹ്. ഖുർആൻ പഠിപ്പിക്കുന്നതായ രാജ്യമതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ പടച്ചോ തൗഫീഖ് നൽകുമാറാകട്ടെ. മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ശത്രുക്കളൊന്നും അല്ല. പലരും പറയും ഹിന്ദു ഒന്ന് ഉണർന്നാ പിന്നെ ഇവിടെ എന്തോ വലിയ കാര്യമാണ്. അല്ലേ? നമുക്കറിയോ, ഇന്ത്യ രാജ്യത്തേക്ക് കേരള സംസ്ഥാനത്തിൽ ആദ്യമായി ഇസ്ലാമുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ആരാ അവരെ സ്വീകരിച്ചത്? ഒരു മുസ്ലിമെങ്കിലും ഉണ്ടായിരുന്നു സ്വീകരിക്കാൻ? ഇല്ല. ഇവിടുത്തെ ഹൈന്ദവ ജനങ്ങളാ കൈനീട്ടി സ്വീകരിച്ചത്. ഹൈന്ദവ ജനങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. ആ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു. കൊടുങ്ങല്ലൂരുള്ള ഒരു ക്ഷേത്രം കാണിച്ചോട്ട് പറഞ്ഞു, അവിടെ നിസ്കരിക്കാൻ പറഞ്ഞു. കാരണം എന്താ? അവർക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്നു. നമുക്ക് മനുഷ്യത്വം ഉണ്ടാകട്ടെ, നമുക്ക് മനുഷ്യത്വം ഉണ്ടാകട്ടെ. ഹൈന്ദവ സമുദായം ഒരിക്കലും പള്ളി പൊളിക്കാനോ കലാപം നടത്താനോ പഠിപ്പിക്കുന്നില്ല. ഹിംസാം വിഷയം ദാം ഇത് ഹിന്ദു. ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിംസയെയും അക്രമത്തെയും വെറുക്കുന്നവനാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്ത് മുഴുവനും സുഖമുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ പ്രയത്നിക്കേണ്ടവനാണ് ഒരു ഹിന്ദു. അല്ലേ? അർജുനനോട് ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പറഞ്ഞെന്താ? യഥാഹി യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതേ.
യുദ്ധം ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞു കുടുംബക്കാരെ കണ്ട് ഗാന്ധീവവും വിദ്യാസ്ത്രവും വലിച്ചെറിഞ്ഞ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന്, നീതിക്ക്, അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ യുഗങ്ങളോളം പിറവിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഹിന്ദുവിന് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രൈസ്തവനായാലും പരിപൂർണ്ണ മനുഷ്യത്വമുള്ളവരാകട്ടെ. സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ നമ്മുടെ മുൻഗാമികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അവര് പോരടിച്ചതുപോലെ, അവര് പ്രവർത്തിച്ചതുപോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് പ്രവർത്തിക്കാൻ, ഈ രാജ്യത്തെ സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടി ശ്രദ്ധിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് വിനീതം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ചെറിയ ദുആ ചെയ്തിട്ട് പോകാം. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, എന്റെ കുടുംബക്കാർ, എന്റെ സഹപ്രവർത്തകർ, എന്റെ സുഹൃത്തുക്കൾ, അതേപോലെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകുവാനും ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഇഖ്ലാസിന്, ഇസ്തിഖാമത്തിന്, തവാളുവിന് ഏത് നാട്ടിൽ എവിടെയായാലും യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ആരെയും ഭയക്കാതെ യാതൊരുവിധ സംഘടനാ പക്ഷപാതിത്വങ്ങളും ഇല്ലാതെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും അവകാശത്തിനും എന്നാൽ കഴിയുന്ന രീതിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം. ആര് ശ്രമിച്ചാലും എത്ര തന്നെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായം ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.